ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ എല്ലാ ദിവസങ്ങളിലും 4 ദിവസങ്ങളിലും ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ആ സ്റ്റാർ ആയിട്ട് കണ്ടെത്തിയത്. പക്ഷെ ഇന്നത്തെ സ്റ്റാറിന് എനിക്കൊന്ന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. വേറൊരു തരത്തിലാണ് സ്റ്റാർ ആവുന്നത് അല്ലെ. രാഹുലാണ് ആ സ്റ്റാറിനെ കണ്ടുപിടിച്ചത്. അതായത് ഇതൊരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറി ഒരു 10ാം ക്ലാസ് മുറിയാണ്. തല്ലിപ്പൊലി പിള്ളേരാണെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. പലരും പറയുന്നത് തല്ലിപ്പൊലി പിള്ളേരാണ്. അവർക്ക് എന്തോ പറയാനുണ്ട്. അതിലൊരു കുട്ടിക്ക് അപൂർവമായ നേട്ടം കിട്ടി, കൗതുകമുള്ളൊരു നേട്ടം കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാർ. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അതെ പറഞ്ഞു വരുന്നത് ഒരു നാടകത്തെ പറ്റിയാണ്. ആ നാടകത്തിൽ സാധാരണഗതിയിൽ എന്താണ് നമുക്കറിയാം, മികച്ച നടനും മികച്ച നടിയുമായി തിരഞ്ഞെടുക്കുക ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും എന്നുള്ളതാണ്. പക്ഷേ കൊല്ലം ജില്ലാ കലോത്സവത്തിൽ ആ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മികച്ച നടൻ എന്നുള്ള ഖ്യാതി, മികച്ച നടൻ എന്നുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഐഷ അല്ലെ. ഐഷയാണ് മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. ആ പിള്ളേരൊക്കെ സ്കൂളിൽ ഇതുവഴിയാ പോണേ. ആ പിള്ളേരൊക്കെ മേയ്ക്കാൻ വലിയ പാടാ. വാല് പിടിച്ച പിള്ളേരാ. അവിടെ തൊണ്ട തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ കേൾക്കാം. ഇവിടെ എന്താ ബഹളം? 10ാം ക്ലാസ്സാ. പഠിക്കാൻ കഴിവില്ലാത്തോണ്ട് ഡി എന്നൊരു ഡിവിഷൻ ഉണ്ടാക്കി അതിനകത്തൊട്ടങ്ങ് ആക്കി. അത് മാത്രമല്ല, പഠിക്കാൻ തെണ്ടി തിരിഞ്ഞ് നടന്നോണ്ട് ക്ലാസ്സിന്റെ ടെന്റിന്റെ പേരും കൊടുത്തു ഞങ്ങളോടെല്ലാം പരമ പുച്ഛവും. പക്ഷെ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടി അസംബ്ലി അവതരിപ്പിക്കാൻ. അസംബ്ലിയിൽ ഞങ്ങൾ പാടാൻ പോകുന്നതേ പ്രാർത്ഥനയല്ല, റാപ്പാ. റാപ്പ് കൊല്ലം നീരാവിൽ SNDPY സ്കൂളിലെ റാപ്പർമാരുടെ കഥ പലയിടങ്ങളിൽ പറഞ്ഞു. കൊല്ലം ജില്ലാ കലോത്സവത്തിൽ കഥ പറഞ്ഞു തീർത്തൊടുവിൽ മികച്ച നടനായ കക്ഷി ഇവിടെയുണ്ട്. സംശയിക്കണ്ട. മികച്ച നടൻ പറഞ്ഞു. ഞാനിങ്ങനെ വായി തുറന്നിരിക്കുക. എന്ത് അതെങ്ങനെ ശരിയാവും? അല്ല, ജഡ്ജിന് മനസ്സിലായില്ല എന്നത് എനിക്ക് മനസ്സിലായില്ല. ഏത് വേഷം ചെയ്യാനാണ് ഇഷ്ടം? പെണ്ണായിട്ടാണോ ഇപ്പം ആലോചിക്കുമ്പോൾ? എനിക്കിപ്പം ആണായിട്ടാ. പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ഗേളിഷ് സൈഡിലോട്ട് എനിക്ക് പോകുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇപ്പോൾ ഒരു വൈബ് സ്റ്റൈൽ. ഇപ്പോൾ എനിക്കിതിപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. കഥ ചിട്ടപ്പെടുത്തിയതും തല തെറിച്ചവനെന്ന് പറയിച്ച പൂർവ്വ വിദ്യാർത്ഥി. ഇപ്പോഴത്തെ കുട്ടികൾ അവർ സംസാരിച്ചതും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതും ഭയങ്കര റിലേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പൊതുധാരണയിലെത്തി. ചിലപ്പോൾ സാറന്മാരുടെ കണ്ണിലുണ്ണിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഉഴപ്പന്മാർക്ക് വേറെ ഒന്നും നോക്കാനില്ല. അവന്മാർ അവരുടെ ഇഷ്ടത്തിനുള്ള ജീവിതം സ്കൂളിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുമായിരിക്കും. നാടകാന്ത്യം കാര്യങ്ങൾ വൈബായെങ്കിലും പുതിയ പള്ളിക്കൂടം സ്വപ്നം കാണുന്ന റാപ്പർമാരെ മര്യാദ പഠിപ്പിക്കാൻ ഇനിയും ആളുകൾ നടപ്പുണ്ട്. നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടിയത്? ഇങ്ങനെയുള്ള മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ ആ സ്റ്റാറിന്റെ കഥ കണ്ടില്ലേ? ആ അത്ഭുതം ഇപ്പോഴും മുഖത്തുണ്ട്. ആ സ്റ്റാർ ഇവിടെ ഉണ്ട്. വിളിക്കണ്ടേ നമുക്ക്? സ്റ്റാർ നമുക്ക് കാണണം. സ്റ്റാറിനെ കാണുന്നതിന് മുൻപുണ്ടല്ലോ സ്റ്റാറിന് സമ്മാനം കൊടുക്കുന്ന ആളെ കണ്ടേ? ഉറപ്പായും. ഭക്ഷ്യമന്ത്രി GRL നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ സ്വാഗതം. ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ. ഇന്ന് സ്റ്റാറിന് പുരസ്കാരം നൽകുന്നത് മന്ത്രിയാണ്. ഇനി മന്ത്രി എന്നെ സ്റ്റാറിനെ വിളിച്ചോ? വരട്ടെ, സ്റ്റാർ വരട്ടെ. ഐഷയാണ് ഇന്നത്തെ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ. കൺഗ്രാറ്റുലേഷൻ. മനസ്സിലായോ? എല്ലാം മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ശരിക്കും മികച്ച നടനുള്ള ഐഷയ്ക്ക് കിട്ടിയത് മികച്ച നടനുള്ള പുരസ്കാരം. മിനിസ്റ്റർ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരു പെൺകുട്ടിക്ക് കിട്ടുകയാണ് ബെസ്റ്റ് മികച്ച നടന്റെ പുരസ്കാരം. വളരെ നന്നായി കണ്ടപ്പോൾ. എന്ന് മാത്രമല്ല, ഇത്തവണത്തെ കലോത്സവത്തിൽ നാടക മത്സര രീതി നല്ല ജനക്കൂട്ടമായിരുന്നു. നല്ല പ്രോത്സാഹനമാണ് സമൂഹം അവർക്ക് നൽകിയത്. നമ്മുടെ ഈ മത്സരത്തിൽ നാടകത്തിൻ്റെ തിരിച്ചുവരവ് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു മത്സര ഇനം, അതിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു നടൻ്റെ ഏറ്റവും നല്ല നടൻ്റെ സമ്മാനം വാങ്ങാൻ കഴിഞ്ഞത്
പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഐഷ അന്ന് സാറുമാർക്ക് ജഡ്ജസ് മനസ്സിലാക്കാതെ പോയതായിരുന്നു. എന്തായിരുന്നു ഉണ്ടായേ? അത് ഞങ്ങൾ ജഡ്ജിനെ വീണ്ടും ഒരു വട്ടം കണ്ടപ്പോൾ ആ ജഡ്ജ് പറഞ്ഞത് അതിനകത്ത് 3 ജഡ്ജ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ജഡ്ജ് പറഞ്ഞു എനിക്ക് പെണ്ണാന്ന് മനസ്സിലായി. പക്ഷേ ബാക്കി 2 ജഡ്ജും പത്രത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ പെണ്ണാന്ന്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം ഞാനൊരു ആൺ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ പെണ്ണല്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാഞ്ഞത് എൻ്റെ വലിയൊരു വിജയമാണ്. അതിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ 8ലാണ് പഠിക്കുന്നത്. മിനിസ്റ്റർ നമ്മുടെ സ്നേഹോപഹാരം കൈമാറുകയാണ്. മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ ഐഷയാണ്. ഐഷയ്ക്ക് പുരസ്കാരം കൈമാറുന്നു ഭക്ഷ്യമന്ത്രി GR അനിൽ. ഐഷയുടെ കൂട്ടുകാർ ഹാപ്പിയാണോ? മിനിസ്റ്റർ, കലോത്സവം ഇന്ന് കഴിയാ. എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവം തിരുവനന്തപുരത്ത്? വൻ വിജയകരമാണ്. ഒരു പരാതിക്കും ഇടയില്ലാത്ത വിധം ഈ 5 ദിവസക്കാലം 10,000-കണക്കായിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒത്തുകൂടിയ ഈ വേദികളിൽ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാകാതെ നടത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടുള്ളൊരു അവസരമായിട്ടാണ് കാണുന്നത്. താങ്ക് യു സോ മച്ച്. പക്ഷേ ഇത് ഇപ്പോൾ ഇവരുടെ ഒരു കുടുംബം പോലെയാണ്. ഇപ്പൊ ആയിഷ വന്നപ്പോൾ പുറകില് ആയിഷയുടെ കൂട്ടുകാർ വന്നു. ഐഷ മാത്രമല്ല സ്റ്റാർ, ഈ നക്ഷത്രത്തിന് ചുറ്റും കുറെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രം അല്ലെങ്കിൽ അതുപോലെ തന്നെ വലുപ്പമുള്ള നക്ഷത്രങ്ങളും ഉണ്ട്. ഒരു ദിവസത്തെ സ്റ്റാർ ഐഷ ആയിരുന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് വലിയ കൗതുകമായിരുന്നു അല്ലേ? കഥാപാത്രങ്ങളൊന്നും ചെയ്യത്തില്ലെന്നല്ല, ഞങ്ങളുടെ സംവിധായകൻ എങ്ങനെ വിചാരിക്കുന്നു അതിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. സംവിധായകൻ നടനെ ആവശ്യപ്പെട്ട നടനെ കൊടുക്കും, നടിയെ ആവശ്യപ്പെട്ട നടിയെ കൊടുക്കും. ഇതിപ്പോ എനിക്ക് കൗതുകം തോന്നിയത് ഇത് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് മടങ്ങി വരെ പുറകെ പോയി പിടിച്ചിട്ടേ ഇത് പ്രകാശ് കലാകേന്ദ്രത്തിൽ നിന്നുള്ള കുട്ടികളാണ്. 10T റാപ്പേഴ്സിന്റെ അല്ലെ മുഴുവൻ ടീമും ഇന്നലെ നാടകം ചെയ്ത് അടിപൊളിയായി നാടകം ചെയ്തില്ലേ? A ഗ്രേഡില്ലേ? അപ്പൊ നാടകം എത്ര മണിക്കായിരുന്നു കഴിഞ്ഞ ഇന്നലെ? 1 മണിക്ക് കഴിഞ്ഞിട്ട് രാവിലെ 6 മുതൽ നമുക്കൊപ്പം നിൽക്കുന്നുണ്ട് ഇവര്. അപ്പൊ ഒരു ചെറിയ ഭാഗം ഇവർ പെർഫോം ചെയ്യാൻ പോവാണ് 10T റാപ്പേഴ്സിന്റെ. അല്ലടാ, ഈ പാട്ട് നമുക്ക് ആരെങ്കിലും പാടി കേൾപ്പിക്കണ്ടേ? അമ്മ, മമ്മി, അമ്മച്ചി, അമ്മേ. എന്തുവാ നാളെ ഞങ്ങള് അസംബ്ലി പാടാൻ പോകുന്ന ഈശ്വര പ്രാർത്ഥന കേൾപ്പിക്കട്ടെ? ഓ പാടി. അസംബ്ലി അറ്റൻഷൻ. ഈശ്വര പ്രാർത്ഥന 1 2 3 4. 10 മണിക്കൊരു ബെല്ലടി കേട്ടാൽ മുടടിയില്ല ക്ലാസ്സിൽ കേറാൻ. ചുഴൽവടിയിലെ ഹോംവർക്ക് ഇല്ല, സർമാരോ ചങ്കുകളായി. ബൈ ബൈ പൊളിയായി സീനായി ഫ്രീക്കായി. വി സ്വപ്നം കാണും പള്ളിക്കൂടം, വി സ്വപ്നം കാണും പള്ളിക്കൂടം, വി സ്വപ്നം കാണും പള്ളിക്കൂടം. വി ആർ 10T റാപ്പേഴ്സ്. എങ്ങനെയുണ്ട് മക്കളെ? പൊളിച്ചു. നിങ്ങളിതുവരെ പോയില്ല മനുഷ്യ. നീ ഒന്ന് അടങ്ങടി. നമ്മുടെ മക്കള് ഇത്രയും നല്ലതായി പാട്ട് പാടുമ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? വേണ്ട, വേണം. കൊടേ പോടോ. കൊറേ നാളായി ഞാൻ സഹിക്കുന്നു. ഇമാതിരി കോപ്പറേറ്റ് സ്കൂളിൽ ചെന്നായിരുന്നു. നേരെ ചൊവ്വ വല്ല ഈശ്വര പ്രാർത്ഥന പാടാൻ പറ്റുമെങ്കിൽ നീയൊക്കെ പോയാ മതി. കേട്ടല്ലേ? അവിടെ പോയി നിങ്ങളിത് പാടിയാ മതി. പൊളിക്കൂട്ടോ. അപ്പന് തോന്നുന്നുണ്ട് അപ്പാ നാളെ ഞങ്ങള് സ്കൂളെ പാടൂന്ന്? തോന്നുന്നുണ്ട്. നീ എന്നെ മോനല്ലേടാ, നീ ഇതേ പാടൂ. ഇല്ലപ്പാ, അല്ലേ തന്നെ ഞങ്ങള് സാറുമാർ കണ്ടില്ല കരടാ. ഇപ്പൊ ഞങ്ങള് പാടുമ്പോ സപ്പോർട്ട് ചെയ്യാൻ അപ്പനുണ്ട്. പക്ഷേ നാളെ ഞങ്ങള് സ്കൂളിൽ പാടാനായിട്ട് നിക്കുമ്പോ ആ സാറന്മാരെ ചൂരന് വടിയും കണ്ണും കാണുമ്പോ തന്നെ ഞങ്ങൾ വീണ്ടും പാടിപ്പോവാപ്പാ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരും എല്ലാം തരും കേട്ടോ. സ്വപ്നം കാണും പള്ളിക്കൂടം. ആ പള്ളിക്കൂടൊക്കെ ഉണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. എന്തായാലും മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ ഇതാണ്. സ്റ്റാറിന് ചുറ്റും സ്റ്റാറിനെ പോലെ തിളങ്ങുന്ന ആളുകൾ ഇതാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ, കൊല്ലത്തുകാരൻ രാഹുൽ കണ്ടെത്തിയിട്ടുള്ള നമ്മുടെ സ്റ്റാറുകളാണ്.